വിജയ് മല്യ ദ മാൻ ഓഫ് ഗുഡ് ടൈംസ്. കഴിഞ്ഞ ദിവസം രാജ് ഷമാനി എന്ന ഏകദേശം 11.1 മില്യൺ ഫോളോവേഴ്സുള്ള യൂട്യൂബ് ചാനലിൻ്റെ എക്സ്ക്ലൂസീവ് കണ്ടൻ്റായാണ് രാജ് മല്യ വന്നിരുന്നത്. 9 വർഷത്തെ തന്നെ സൈലൻസ് ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് വന്നിട്ടുള്ളത് ഏകദേശം 4 മണിക്കൂറോളം നീണ്ട പോഡ്കാസ്റ്റിന് വേണ്ടിയിട്ടാണ്. ആ വീഡിയോ ഇതുവരെ ഏകദേശം 17 മില്യൺ ആളുകളാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. എന്തോ വിജയ് മല്യനെ കുറിച്ച് നമ്മൾ കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ കേൾക്കാതിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ പൊടി തട്ടി അദ്ദേഹത്തിനെ കുറിച്ചും കിങ് ഫിഷർ എയർലൈൻസിനെ കുറിച്ചൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടോ. നമുക്ക് ആ മെയിൻ അദ്ദേഹം പറയുന്ന പോയിൻറ്റ്സ് ഞാനൊന്ന് പ്രിസൈസ് ചെയ്ത് തരാമെന്നാണ് വിചാരിക്കുന്നത്. ആദ്യം തന്നെ കുറേ ന്യൂസ് ഹെഡ്ലൈൻസ് ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു കേട്ടോ. 9,000 അതായത് 9,000 കോടി രൂപയുടെ വായ്പാ തട്ടിപ്പിൻ്റെ കേന്ദ്രബിന്ദുവായിട്ടുള്ള VSG ഗ്രൂപ്പിൻ്റെ മുൻ ചെയർമാൻ വിജയ് മാല്യ ഇന്ത്യയിൽ നിന്ന് പലായനം ചെയ്യപ്പെട്ടു. അതായത് പെട്ടെന്ന് തന്നെ ഒട്ടും മുന്നറിയിപ്പുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഒരു ദിവസം ഇന്ത്യയിൽ നിന്ന് പറന്ന് ഉയർന്നു പിന്നെ ഈ പറഞ്ഞ പോലെ ഇങ്ങോട്ട് 9 വർഷകാലത്തോളമായിട്ട് യാതൊരു വിവരമില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയാണ് ഫസ്റ്റ് ന്യൂസ് ഹെഡ്ലൈൻസിലൊക്കെ കണ്ടിരുന്നത്. പിന്നെ അദ്ദേഹം ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്ത് പറഞ്ഞത് കിങ് ഫിഷർ എയർലൈൻസിൻ്റെ തകർച്ചയാണ്. കിങ് ഫിഷർ എയർലൈൻസിൻ്റെ ജീവനക്കാരെ കുറയ്ക്കരുതെന്ന് ആരംഭകാലത്ത് ധനമന്ത്രിയായിരുന്ന പ്രണബ് മുഖർജി ഉപദേശം നൽകിയിരുന്നുവെന്നും ബാങ്കുകളുടെ പിന്തുണ ഉണ്ടാകുമെന്ന ഉറപ്പും ലഭിച്ചതായിട്ടും മാല്യ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കമ്പനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം എല്ലാ വിമാനങ്ങളും നിർത്തിവെക്കേണ്ടി വന്നിട്ടുണ്ട്. വായ്പയ്ക്കായി താൻ വ്യക്തിഗത ഗ്യാരണ്ടി നൽകിയിട്ടുണ്ടെന്നും ചോർ എന്ന് വിളിക്കുന്നത് തെറ്റാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. പിടികിട്ടാപ്പുള്ളി എന്ന് വേണമെങ്കിൽ വിളിച്ചോട്ടെ, പക്ഷേ ചോർ എന്ന് വിളിക്കുന്നത് തെറ്റാണെന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. ബാങ്കുകൾ കിങ് ഫിഷർ എയർലൈൻസ് ഷെയറുകൾ ഇരട്ടി വിലയ്ക്ക് കൃത്യമായ ഉറപ്പുകൾക്കായി നൽകിയതായിട്ടും അദ്ദേഹം പറയുന്നുണ്ട്. കമ്പനിയുടെ തകർച്ചയ്ക്ക് ഖേദം പ്രകടിപ്പിച്ച് മാല്യ പൊതുവായിട്ട് മാപ്പും പറയുന്നുണ്ട് കേട്ടോ. പിന്നെ വിവാദങ്ങളും ആരോപണങ്ങളും എന്നൊക്കെ പറയുമ്പോൾ വിദേശ ജീവനക്കാർക്ക് ശമ്പളം നൽകിയപ്പോൾ ഇന്ത്യൻ ജീവനക്കാർക്ക് നൽകാത്തത് സംബന്ധിച്ച വിമർശനങ്ങൾക്ക് മറുപടിയായിട്ട് ഇന്ത്യയിലെ കിങ് ഫിഷർ കമ്പനിക്ക് പണമില്ലായിരുന്നു. അതേസമയം UBയുടെ പണം സർക്കാർ നിയന്ത്രണത്തിലുള്ള ബാങ്കിലായിരുന്നുവെന്നും മാല്യ പറയുന്നുണ്ട്. സ്വിറ്റ്സർലാൻഡ് UK അടക്കമുള്ള രാജ്യങ്ങളിൽ അദ്ദേഹത്തിനെതിരെ വ്യാജ പ്രഖ്യാപനത്തിന് കുറ്റക്കാരനാണെന്നും കോടതി വിധിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അദ്ദേഹത്തിൻ്റെ 60ാം പിറന്നാൾ വിരുന്ന് ഭയങ്കരമായിട്ട് രൂക്ഷമായിട്ടും വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഫ്രാൻസിലെ സ്വത്ത് നിക്ഷേപവുമായി ബന്ധപ്പെട്ട അതായത് ഏകദേശം $35 മില്യൺ ബന്ധപ്പെട്ട ആരോപണങ്ങളും അദ്ദേഹം നിഷേധിച്ചിട്ടുണ്ട്. 2015 CBI അദ്ദേഹത്തിനെതിരെ ധനക്കളവ് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചു. പിന്നെ തീർപ്പാക്കൽ ശ്രമങ്ങളെക്കുറിച്ചിട്ടും നമുക്ക് അതിൽ കാര്യമായിട്ട് കാണുന്നുണ്ട്. 2012 മുതൽ 2015 വരെ 4 തവണ ബാങ്കുകൾക്ക് തീർപ്പാക്കൽ നിർദ്ദേശങ്ങൾ നൽകിയെങ്കിലും അവ സ്വീകരിച്ചില്ലെന്നാണ് മാല്യ പറയുന്നത് കേട്ടോ. 2016 മാർച്ച് 2 സുപ്രീം കോടതി കേസ് കേൾക്കാനിരിക്കെ ഇന്ത്യ വിട്ടത് മുൻകൂട്ടി നിശ്ചയിച്ച യാത്രയുടെ ഭാഗമായിരുന്നുവെന്നും അത് തടയുന്ന കോടതി ആദേശമൊന്നും ഉണ്ടായിരുന്നില്ലെന്നുമാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. 2016 ഏപ്രിൽ 15 പാസ്പോർട്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ടു. ഏപ്രിൽ 24 അത് റദ്ദാക്കി. ബാങ്കുകൾക്ക് പണം നൽകുന്നതിനായി ഓഹരികൾ വിറ്റഴിക്കേണ്ടി വന്നതും പിന്നെ എന്താ പറയുക മാധ്യമങ്ങളുടെയും പൊതുജനരോഷത്തിൻ്റെയും സമ്മർദ്ദം തുടങ്ങിയ കാരണങ്ങളാൽ തന്നെ വിദേശത്തേക്ക് പോവേണ്ടി വന്നതായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ബാങ്കുകൾക്ക് തീർപ്പാക്കലിന് അപേക്ഷിച്ച തെളിവ് സുപ്രീം കോടതി രേഖകളിലുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ നിലവിലെ ഈ പറഞ്ഞ പോലെ വെല്ലുവിളികളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇന്ത്യയിൽ ബിസിനസ് നടത്തുന്നത് ഏറ്റവും വലിയ വെല്ലുവിളിയാണെന്ന് സർക്കാരാണ് അതിന് ഉത്തരവാദിത്വമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. ബാങ്കുകൾ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് നൽകുന്നതിലും താൻ എല്ലാമായ ധനകാര്യ ഇടപാടുകളും സ്വതന്ത്ര ഓഡിറ്റിങ്ങിന് വിധേയമാക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ന്യായമായ വിചാരണ ഉറപ്പായാൽ ഇന്ത്യയിൽ തിരിച്ചു വരാൻ തയ്യാറാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അഭിമുഖം എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് 9 വർഷത്തെ മൗനം, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ 9 വർഷത്തെ മൗനത്തിന് ശേഷം പോഡ്കാസ്റ്റ് വഴിയാണ് അദ്ദേഹം ആദ്യമായിട്ട് ഈ മാധ്യമങ്ങളോട് തുറന്ന് സംസാരിക്കുന്നത്. ഇതുവരെ തൻ്റെ മാതൃഭാഷ മാധ്യമപ്രവർത്തകരോടും ജനത്തോടൊക്കെ ഒരു പാടുള്ളതിനാലാണ് മൗനം പാലിച്ചത്. മാധ്യമങ്ങളും സർക്കാരും ചേർന്ന് താനൊരു ഹീറോയിൽ നിന്നും സീറോയാക്കി മാറ്റിയെന്നും അദ്ദേഹം അഭിപ്രായം പറയുന്നുണ്ട്. അപ്പം ഇതാണ് രാജ് ഷമാനി എന്ന ഈ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ മാല്യ വിശദമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു വീഡിയോ
കാണുന്നതിലൂടെ അതിൽ പറയുന്നത്, അതായത് ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാരണം നമുക്കാണെങ്കിലും ജസ്റ്റ് ആ പോഡ്കാസ്റ്റ് കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ ആണെങ്കിലും അത് എന്താ പറയുക, നമുക്കെല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വരണം. അതായത് ഇപ്പോൾ എന്ത് കാര്യത്തിനാണെങ്കിലും 2 ഭാഗങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗം കേൾക്കലാണ് നമ്മുടെ ആങ്കർ. ഐ എം നോട്ട് ആൻ ആങ്കർ എന്ന പ്രത്യേകം തമ്പനിയിലൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ എന്നിരുന്നാൽ പോലും ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ 2 ഭാഗവും കേൾക്കണം എന്നുള്ളൊരു ന്യായീകരണമാണ് ഇവിടെ നടന്നത്. അപ്പോൾ വീഡിയോ എന്തായാലും എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.